ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇന്ന് നമ്മുടെ ചാനലിൽ വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 9 മാസമായി നമ്മൾ ഈ ചാനലിലേക്ക് പതുക്കെ ഒരു വീഡിയോ ഇടുകയും അത് തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടിട്ട് നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ആദ്യ കടമ്പ നമ്മുടെ ഈ ചാനൽ കടന്നിരിക്കുകയാണ്. അതിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വ്യൂസിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. കാരണം ഒരു കൊല്ലത്തിനുള്ളിൽ ഇതെങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സിനിമ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വന്നുകൊണ്ട് ഇപ്പോൾ അതിന് നമുക്കറിയാം യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ 1K സബ്സ്ക്രൈബറും അതേപോലെ തന്നെ 4000 വാച്ചവറും വേണം. അങ്ങനെ 1K സബ്സ്ക്രൈബർ കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ അച്ചീവായി. അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയതിനു ശേഷം ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഇതുവരെ നമ്മൾ എടുത്തിരുന്ന വിഷയത്തെയും കൂടി അല്പം വ്യത്യസ്തമായുള്ള ഒരു വിഷയമാണ്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ സമകാലീന ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു ടെക്നിക്കലി നടക്കുന്ന ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഗവൺമെൻറ് വാട്സപ്പായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ മെറ്റയായിട്ടുള്ള നിയമയുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാട്സപ്പ് നിരോധിക്കുമോ എന്ന് വരെ ചോദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറി. ഇപ്പോൾ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഫ്രാൻസിൽ വെച്ച് ടെലഗ്രാമിൻ്റെ CEO അറസ്റ്റിലാവുകയും അപ്പോൾ വീണ്ടും അത് വാർത്തയുടെ നേടിയിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റും ഈ ടെലഗ്രാം പറയുന്ന ആപ്പിനെ പറ്റിയിട്ട് കഴിഞ്ഞ കാലങ്ങളായിട്ട് അന്വേഷണത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മണി കൺട്രോളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പിൽ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ചൈൽഡ് പോണോഗ്രഫി പോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ടെലഗ്രാം വഴി പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെതിരെ ഗവൺമെൻറ് കൃത്യമായ രീതിയിൽ ശക്തമായൊരു നടപടി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ഉപയോഗം, അതായത് വാട്സപ്പൊക്കെ ഇറങ്ങിയ സമയത്ത് വാട്സപ്പിനൊക്കെ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്കിന് ഒരു ബദൽ എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു ആപ്പാണ് നമുക്കറിയാം ടെലഗ്രാം. ഈ പറയുന്ന വീഡിയോ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും ടെലഗ്രാം ഉണ്ട്. കാരണം ടെലഗ്രാം മെയിൻലി നമ്മൾ ചാറ്റ് ചെയ്യാനായിട്ടല്ല ഉപയോഗിക്കാറ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും തന്നെ പലപ്പോഴും വീഡിയോസ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫയൽ ഷെയർ ചെയ്യാനോ അതേപോലെ സിനിമ കാണാൻ വരെ നമ്മൾ ഈ ടെലഗ്രാമാണ് യൂസ് ചെയ്യാറ്. OTTയിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഒരു നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ടെലഗ്രാമിൽ കിട്ടുന്ന ഒരു പ്രവണതയും കൂടി ഉണ്ട്. അത് ഈ പറയുന്ന ഒരു പണ്ട് തമിഴ് റോക്കേഴ്സ് അല്ലെങ്കിൽ ടോറൻറ്റ് സൈറ്റുകൾ പ്രവർത്തിച്ചിരുന്ന പോലെ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ടെലഗ്രാം ആപ്പ് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പല രീതിയിലും ഉണ്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. അതായത് രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന പല വിഷയങ്ങളും നമുക്ക് ടെലഗ്രാമിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെലഗ്രാം നിരോധിക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഏപ്രിൽ 28 അത് റിവ്യൂ ചെയ്യുന്നു, അല്ല ആഗസ്റ്റ് 28 അത് റിവ്യൂ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ന്യൂസുകൾ പലതും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെലഗ്രാമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ടെലഗ്രാം എന്തുകൊണ്ട് നിരോധിക്കുന്നു. ഒരു പക്ഷേ അതിനെക്കുറിച്ച് ഒരു പരമാവധി ഞാനൊരു ബ്രീഫിൽ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ. അതായത് ടെലഗ്രാം നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് ടെലഗ്രാമിലേക്ക് ഡാറ്റ കൃത്യമായി കഴിഞ്ഞ പല കേസുകൾക്കും വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിട്ടും ടെലഗ്രാം അതിന് കൂട്ടാക്കാതെ ടെലഗ്രാം അതിൻ്റെ പോളിസിയിൽ വ്യത്യാസം വരുത്താതെ നിൽക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കണ്ടുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിനെതിരെ നിരന്തരം IT മന്ത്രാലയവും കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ടെലഗ്രാമിലാണ് നമുക്കറിയാം വാട്സപ്പിൽ ആകെ 100 പേർക്കായിരുന്നു ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. ടെലഗ്രാമിൽ അത് 250 ആയിരുന്നു, ഇപ്പോൾ അത് 500 ആക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വാട്സപ്പിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന ഒരു ആപ്പാണ് ടെലഗ്രാം. അത് നമുക്കറിയാം. ആ ടെലഗ്രാമിൽ പക്ഷേ ഗാംബ്ലിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തീവ്രവാദത്തിന് ഫണ്ടിങ് അല്ലെങ്കിൽ തീവ്രവാദികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ടെലഗ്രാം പോലെയുള്ള ആപ്പുകൾ നിരന്തരം ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ടെലഗ്രാമിലേക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് കേന്ദ്ര മന്ത്രാലയം ആവശ്യപ്പെടുന്നത്. ഇതിലൊരു വേറൊരു വശം കൂടിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വാട്സപ്പിനും ഫേസ്ബുക്കിനും ആയിരുന്നു ഇതേപോലെ കേന്ദ്ര മന്ത്രാലയം രംഗത്ത് വന്നിരുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ കൂച്ചുവലിങ്ങെടുക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ് പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിൻ്റെയും കൂടി ഒരു ഭാഗമാണോ എന്നും കൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള അംബാനിയും അതേപോലെ ഡിസ്നി ഹോട്ട്സ്റ്റാറും കൂടി ബന്ധിപ്പിച്ചുകൊണ്ടൊരു OTT പ്ലാറ്റ്ഫോം, ജിയോ സിനിമ എന്ന് പറയുന്ന അവരെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും അവരെ ഹോട്ട്സ്റ്റാർ അംബാനി വാങ്ങിക്കുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഈ ടെലഗ്രാം പോലെയുള്ള സംവിധാനങ്ങൾ ബാൻ വരണേന്നുള്ളതും കൂടി ശ്രദ്ധിക്കുന്നത്. കാരണം ഇന്ന് ടെലഗ്രാം പ്രവർത്തിക്കുന്നത് ഒരു പഴയ ടോറന്റ് അല്ലെങ്കിൽ തമിഴ് റോക്കേഴ്സ് പോലെയാണ്. പഴയ സിനിമകളൊക്കെ അല്ലെങ്കിൽ പുതിയ സിനിമകൾ ഇറങ്ങുന്ന വരെ നിമിഷങ്ങൾക്കൊക്കെ അത് OTT മറ്റേ ടെലഗ്രാമിൽ നമുക്ക് ലഭിക്കുകയാണ്. നമ്മളടക്കം ഒരുപാട് ആളുകൾ ഈ ടെലഗ്രാം വഴിയാണ് ഈ പറയുന്ന സിനിമകളൊക്കെ കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിൽ പോകാൻ പറ്റാത്ത സിനിമകളൊക്കെ നമുക്ക് ടെലഗ്രാം വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് OTT റവന്യൂവിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം ടെലഗ്രാമിന് ടോറന്റിന് എങ്ങനെയാണോ പിടി വീണത് അതേപോലെ തന്നെ ഒരു നിയന്ത്രണം ഈ പറയുന്ന ടെലഗ്രാമിൽ വരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതും നമുക്ക് എന്തായാലും ഇതിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ പോണോഗ്രഫി പോലെ പല ചാനലുകളും ടെലഗ്രാമിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും ടെലഗ്രാം ബാൻ ചെയ്തിട്ടുള്ളൊരു ആപ്പും കൂടിയിട്ടാണ്. റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ടെലഗ്രാം ആപ്പ് ബാൻഡായിരുന്നു. പിന്നീട് അവരെ പോളിസി തിരുത്തിക്കൊണ്ടാണ് അവരെ വീണ്ടും പ്രവർത്തനത്തിന് അനുമതി കൊടുത്തിരുന്നത്. അതേപോലെ പല രാജ്യത്തിലും ഇതേപോലെ നിയമക്കുരുക്കിൽ കെടുക്കുന്ന ഒരു ആപ്പ് കൂടിയിട്ടാണ് ടെലഗ്രാം. അപ്പോൾ നമ്മുടെ ഒരു രാജ്യത്ത് ടെലഗ്രാം പോലെയുള്ള ഒരു ജനപ്രിയ ആപ്പ്, ഇന്ത്യയിലെ തന്നെ ഒരുവിധം വാട്സപ്പിനെ പോലെ തന്നെ അത്രയധികം ഉപയോക്താക്കളുള്ള ഒരു ആപ്പ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിരോധിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ഇമ്പാക്ട്സിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായ പല ഗുണങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ആപ്പ് നമ്മളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഏതാനും വർഷങ്ങളായി നമ്മുടെ ഈ ആപ്പ് ഒരു 10-12 വർഷത്തോളമായി ഈ ടെലഗ്രാം ആപ്പ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ സമൂഹത്തിനെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായ മാറ്റങ്ങൾക്കൊപ്പം തന്നെ നെഗറ്റീവായ പല ഇമ്പാക്റ്റുകളും അതിലുണ്ടാവുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ഇപ്പം ചർച്ച ചെയ്യാം. പോസിറ്റീവ് മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി പോണോഗ്രഫി പോലെയുള്ള കാര്യങ്ങളും അതേപോലെ ചൈൽഡ് പോൺ പോലെയുള്ള കാര്യങ്ങളിൽ പ്രചരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ ഈ പറയുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതായത് തീവ്രവാദം പോലെയുള്ള വിഷയങ്ങളിലേക്ക് ആശയവിനിമയം നടത്താനായിട്ടുള്ള ഈ പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് നിയമം മൂലം നിർത്താൻ പറ്റും. അതേപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ ഇത് പറഞ്ഞ പോലെ നമുക്ക് ടെലഗ്രാം ആപ്പ് നിരോധിക്കുന്ന വഴി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ മറുവശം എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്. അതായത് ഇത് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി നമുക്ക് ഇതിൽ ചർച്ച ചെയ്യണം. ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ടെലഗ്രാം വഴി ഒരുപാട് ബിസിനസ് അടക്കം, അതായത് 512 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ടെലഗ്രാം. വാട്സപ്പിന് അത്ര പറ്റിയിട്ടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വരെ 256 അത്രയധികം ആളുകളെയാണ് ഒരു ഗ്രൂപ്പിൽ ചേർത്താനായിട്ട് പറ്റുകയുള്ളൂ. ഇന്ന് നമ്മുടെ ടെലഗ്രാമിൽ പല രീതിയിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അതിപ്പോൾ ഷെയർ ട്രേഡിങ്ങായി ബന്ധപ്പെട്ട് ഉള്ളത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ, അതിൽ നല്ല വശങ്ങളുണ്ട്. അതേപോലെ സ്കാമുകളും ഒരുപാട് ഈ പറയുന്ന ടെലഗ്രാമിൽ നടക്കുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ബിസിനസ് നടത്തുന്ന ആളുകളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം നമ്മളെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്ന ആപ്പാണ്. പിന്നെ ഈ വലിയ രീതിയിലുള്ള ഫയല് ഷെയർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ടെലഗ്രാം. അതാണ് നിരോധിക്കുന്നത് കൂടി നമ്മുടെ IT മേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തായാലും ബദൽ മാർഗങ്ങൾ തേടി പോവുകയും നമുക്ക് എന്തായാലും ഇതേപോലെ തന്നെ പല ക്ലോൺ ആപ്പുകളും ഒരുപക്ഷെ നിലവിൽ വരാതെ, ഒരുപക്ഷെ ടിക്ടോക്കൊക്കെ നിരോധിച്ച സമയത്ത് ഒരുപാട് ആപ്പുകൾ അങ്ങനെ നിലവിൽ വരികയും പലതും പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ വരവോടുകൂടി ആ ആപ്പുകളൊന്നും ഇന്ത്യയിൽ അങ്ങനെ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കാതെ പോവുകയുണ്ടായത്. ഒരുപക്ഷെ നമുക്ക് ഈ ടെലഗ്രാമിൻ്റെ ഒപ്പം തന്നെ വന്നിരുന്ന വേറൊരു ആപ്പ് ഉണ്ട്. ഞാനൊക്കെ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ഇന്ത്യൻ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു ആപ്പ് ഉണ്ട്, ഹൈക്ക്. അത് ടെലഗ്രാം വാട്സപ്പിൻ്റെ പ്രചരണത്തോടു കൂടി അത് വലിയ രീതിയിൽ ആദ്യം കോള് കൊണ്ടുവന്നിരുന്നൊരു ഹൈക്ക് മെസ്സഞ്ചറിലായിരുന്നു. ആ ഹൈക്ക് മെസ്സഞ്ചർ പിന്നീട് പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ താഴേക്ക് പോവുകയുണ്ടായി. ഒരുപക്ഷെ ഈ ഒരു നിരോധനം ഹൈക്ക് പോലെയുള്ള മെസ്സഞ്ചർ ആപ്പിന് വീണ്ടും ഒരു ഔട്ട് ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടി നമുക്കിതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ
ഇത്രയും നേരം ഈ ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ടെലഗ്രാം നിരോധിക്കുന്ന വഴി നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ടെലഗ്രാമിലൂടെ മുന്നോട്ട് പോരുന്ന പല ആളുകളും പ്രതിസന്ധിയിലാകുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള വാദം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും സർക്കാർ ഈ ടെലഗ്രാം പോലെയുള്ള ആപ്പുകൾക്ക് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇതിനെ നിരീക്ഷണത്തിൽ നോക്കുന്നത് ഒരുപാട് സമയമായി. ഇപ്പോൾ ലോകരാജ്യങ്ങളടക്കം ടെലഗ്രാമിൻ്റെ CEO അടക്കം ഫ്രാൻസിൽ അറസ്റ്റിലാകുന്നതോട് കൂടി അത് വീണ്ടും വിഷയം മുന്നിലേക്ക് വരികയാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ടെലഗ്രാമിലേക്ക് ഒരു ബാൻ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് മണി കൺട്രോൾ ആപ്പിലൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ന്യൂസ് വഴി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ കൂടി എന്തായാലും ടെലഗ്രാമിൽ ഈ പറയുന്ന രീതിയിലൊരു നിയന്ത്രണം എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള നിയന്ത്രണം, അതായത് നേരത്തെ പറഞ്ഞ മാതിരി പോണോഗ്രഫി പോലെയുള്ള കാര്യങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് ചൈൽഡ് പോണോഗ്രഫി പോലെയുള്ള പ്രചരിപ്പിക്കുന്ന രീതിയിൽ ബാൻ ചെയ്യുകയും, അതേപോലെ ഈ പൈറസി, അതായത് സിനിമ പോലെയുള്ള OTTയിലുള്ള എല്ലാ മൂവിയും കാര്യങ്ങളും റിലീസ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് പ്രിന്റ് കിട്ടുകയും, അതേപോലെ തന്നെ OTT റിലീസ്, അതായത് അത് OTT റിലീസ് ചെയ്യുന്ന ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, അതേപോലെ ജിയോ സിനിമ പോലെയുള്ള വലിയ കോർപ്പറേറ്റിൻ്റെ ഒരു സംവിധാനമാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിൽ ടെലഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായാലും നിയമപരമായി എന്തായാലും ഗവൺമെൻറ് നിയന്ത്രണത്തിൽ എന്തായാലും ഏർപ്പെടുത്തും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.